ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എവരിഡേ ഐ എം കാൽക്കുലേറ്റിംഗ്. വരാൻ പോകുന്ന PSC എക്സാമുകൾക്ക് പ്രതീക്ഷിക്കാവുന്ന കുറച്ച് പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായി പോകുന്നത്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ എഴുത്തച്ഛൻ പുരസ്കാരം, വയലാർ അവാർഡ്, 2023 നടന്ന ഏകദിന പുരുഷ ലോകകപ്പ് ക്രിക്കറ്റ്, 53ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ്, ഈ ടോപ്പിക്കുകളിൽ നിന്നുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ് നമ്മൾ നോക്കാനായി പോകുന്നത്. ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം. എഴുത്തച്ഛൻ പുരസ്കാരം ഏതെങ്കിലും ഒരു പ്രത്യേക രചനയ്ക്ക് നൽകുന്ന പുരസ്കാരമല്ല എഴുത്തച്ഛൻ പുരസ്കാരം എന്ന് പറയുന്നത്. ഒരു സാഹിത്യകാരന്റെയോ സാഹിത്യകാരിയുടെ സമഗ്ര സംഭാവനകൾ വിലയിരുത്തി ബഹുമതി അർപ്പിക്കുന്നതിനായിട്ട് കേരള സർക്കാർ ഏർപ്പെടുത്തിയ പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം എന്ന് പറയുന്നത്. ഒരു സാഹിത്യകാരന്റെയോ സാഹിത്യകാരിയുടെയോ സമഗ്ര സംഭാവന വിലയിരുത്തി ബഹുമതി അർപ്പിക്കുന്നതിനായി കേരള സർക്കാർ നൽകുന്ന പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം എന്ന് പറയുന്നത്. 1993 എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യമായി നൽകിയത്. എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യമായി നൽകിയത് 1993. 1993 മുതൽ 2010 വരെ 1 ലക്ഷം രൂപയായിരുന്നു എഴുത്തച്ഛൻ പുരസ്കാരത്തിന്റെ സമ്മാനത്തുക. നൽകി തുടങ്ങിയത് മുതൽ 2010 വരെ 1 ലക്ഷം രൂപയായിരുന്നു. 2011 മുതൽ 1.5 ലക്ഷമാക്കി ഉയർത്തി. പിന്നീട് 2017 മുതൽ 5 ലക്ഷം രൂപയാണ് എഴുത്തച്ഛൻ പുരസ്കാരത്തിന്റെ സമ്മാനത്തുക. 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവുമാണ് എഴുത്തച്ഛൻ പുരസ്കാരത്തിന്റെ സമ്മാനത്തുക എന്ന് പറയുന്നത്. 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവുമാണ് എഴുത്തച്ഛൻ പുരസ്കാരത്തിന്റെ സമ്മാനം എന്ന് പറയുന്നത്. ആദ്യമായി നൽകിയത് 1993. ആദ്യത്തെ വിജയി ആരാണ്? ശൂരനാട് കുഞ്ഞൻ പിള്ളയാണ് ആദ്യത്തെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ്. ആദ്യത്തെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ശൂരനാട് കുഞ്ഞൻ പിള്ളയാണ്. 1993 വർഷം. രണ്ടാമത്തെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് തകഴി ശിവശങ്കര പിള്ളയാണ്. 1994 തകഴി ശിവശങ്കര പിള്ളയ്ക്കാണ് രണ്ടാമത്തെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. മൂന്നാമത്തെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ബാലാമണിയമ്മയാണ്. വർഷം ഏതാണ്? 1995. മൂന്നാമത്തെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ബാലാമണിയമ്മയാണ്. 1995. അല്ലെങ്കിൽ എഴുത്തച്ഛൻ പുരസ്കാരം നേടുന്ന ആദ്യത്തെ വനിത ആരാണ് എന്ന് ചോദിച്ചാൽ അതും ആരാണ്? ബാലാമണിയമ്മയാണ്. ആദ്യത്തെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവായ വനിത ബാലാമണിയമ്മയാണ്. 2021 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹയായത് ശ്രീ പി വത്സലയാണ്. 2021 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് പി വത്സലയാണ്. 2022 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് എ സേതുമാധവനാണ്. സേതു എന്നറിയപ്പെടുന്ന എ സേതുമാധവനാണ് 2022 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ്. 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ശ്രീ SK വസന്തനാണ്. 2023 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് SK വസന്തനാണ്. ഒരിക്കൽ കൂടി പറയാം. ഒരു സാഹിത്യകാരന്റെയോ സാഹിത്യകാരിയുടെയോ സമഗ്ര സംഭാവന വിലയിരുത്തി ബഹുമതി അർപ്പിക്കുന്നതിനായി കേരള സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. എഴുത്തച്ഛൻ പുരസ്കാരത്തിന്റെ സമ്മാനം എന്ന് പറയുന്നത് 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവുമാണ്. ആദ്യമായിട്ട് എഴുത്തച്ഛൻ പുരസ്കാരം നൽകിയത് 1993. ആദ്യത്തെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ശൂരനാട് കുഞ്ഞൻ പിള്ളയാണ്. രണ്ടാമത്തെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് തകഴി ശിവശങ്കര പിള്ളയാണ്. വർഷം 1994. മൂന്നാമത്തെ വിജയി ബാലാമണിയമ്മയാണ്. വർഷം 1995. ആദ്യത്തെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവായ വനിത ബാലാമണിയമ്മയാണ്. 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് പി വത്സലയ്ക്കാണ്. 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എ സേതുമാധവനാണ്. 2023 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായത് ശ്രീ SK വസന്തനാണ്.
അടുത്തത് വയലാർ പുരസ്കാരത്തെ കുറിച്ച് നോക്കാം. എഴുത്തച്ഛൻ പുരസ്കാരം സമഗ്ര സംഭാവനകൾക്കാണ് നൽകുന്നതെങ്കിൽ വയലാർ പുരസ്കാരം നൽകുന്നത് മികച്ച രചനകൾക്കാണ്. മലയാളത്തിലെ സാഹിത്യ സംഭാവനകൾക്ക് നൽകുന്ന പുരസ്കാരമാണ് വയലാർ പുരസ്കാരം. മലയാളത്തിലെ സാഹിത്യ സംഭാവനകൾക്ക് നൽകുന്ന പുരസ്കാരമാണ് വയലാർ പുരസ്കാരം. മലയാളത്തിന്റെ പ്രിയ കവി വയലാർ രാമവർമ്മയുടെ ഓർമ്മയ്ക്കായി നൽകുന്ന പുരസ്കാരമാണ് വയലാർ പുരസ്കാരം. മലയാളത്തിന്റെ പ്രിയ കവി വയലാർ രാമവർമ്മയുടെ ഓർമ്മയ്ക്ക് നൽകുന്ന പുരസ്കാരമാണ് വയലാർ പുരസ്കാരം. ആദ്യമായി നൽകി തുടങ്ങിയത് 1977 എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യമായി നൽകി തുടങ്ങിയത് 1993 വയലാർ പുരസ്കാരം ആദ്യമായി നൽകി തുടങ്ങിയത് 1977 എല്ലാ വർഷവും വയലാർ രാമവർമ്മയുടെ ചരമദിനമായ ഒക്ടോബർ 27 വയലാർ പുരസ്കാരം നൽകുന്നത്. എല്ലാ വർഷവും വയലാർ രാമവർമ്മയുടെ ചരമദിനമായ ഒക്ടോബർ 27 വയലാർ പുരസ്കാരം നൽകുന്നത്. 1,00,000 രൂപയും കാനായി കുഞ്ഞിരാമൻ വെങ്കലത്തിൽ തീർത്ത ശില്പവുമാണ് വയലാർ പുരസ്കാരത്തിന്റെ സമ്മാനം എന്ന് പറയുന്നത്. 1,00,000 രൂപയും കാനായി കുഞ്ഞിരാമൻ വെങ്കലത്തിൽ തീർത്ത ശില്പവുമാണ് പുരസ്കാരത്തിന്റെ തുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പുരസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ മലയാളത്തിലെ സാഹിത്യ സംഭാവനകൾക്ക് നൽകുന്ന പുരസ്കാരമാണ് വയലാർ പുരസ്കാരം. ആദ്യമായി നൽകിയത് 1977 ആദ്യത്തെ ജേതാവാരാണ്? ലളിതാംബിക അന്തർജനമാണ്. അഗ്നിസാക്ഷി എന്ന നോവലിന് ലളിതാംബിക അന്തർജനത്തിനാണ് 1977 ആദ്യത്തെ വയലാർ പുരസ്കാരം ലഭിച്ചത്. ആദ്യത്തെ വയലാർ പുരസ്കാര ജേതാവ് ലളിതാംബിക അന്തർജനമാണ്. വർഷം ഏതാണ്? 1977 നോവൽ അഗ്നിസാക്ഷി. രണ്ടാമത്തെ വയലാർ പുരസ്കാര ജേതാവ് 1978 പി കെ ബാലകൃഷ്ണനാണ്. പി കെ ബാലകൃഷ്ണനാണ് 1978 വയലാർ പുരസ്കാരം ലഭിച്ചത്, അല്ലെങ്കിൽ രണ്ടാമത്തെ വയലാർ പുരസ്കാര ജേതാവ് പി കെ ബാലകൃഷ്ണനാണ്. കൃതി ഏതാണ്? ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന നോവലിനാണ് പി കെ ബാലകൃഷ്ണന് 1978 രണ്ടാമത്തെ വയലാർ പുരസ്കാരം ലഭിച്ചത്. 2021 വയലാർ പുരസ്കാര ജേതാവ് ബെന്യാമിനാണ്. കൃതി ഏതാണ്? മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ. മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്ന നോവലിനാണ് ബെന്യാമിന് 2021 വയലാർ അവാർഡ് ലഭിച്ചത്. 2022 വയലാർ പുരസ്കാരം ലഭിച്ചത് എസ് ഹരീഷിനാണ്. മീശ എന്ന നോവലിനാണ് എസ് ഹരീഷിന് 2022 വയലാർ പുരസ്കാരം ലഭിച്ചത്. 2023 വയലാർ പുരസ്കാര ജേതാവ് ശ്രീകുമാരൻ തമ്പിയാണ്. ഏതാണ് കൃതി? ജീവിതം ഒരു പെൻഡുലം. ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിക്കാണ് ശ്രീകുമാരൻ തമ്പിക്ക് 2023 വയലാർ പുരസ്കാരം ലഭിച്ചത്, അല്ലെങ്കിൽ 47ാമത് വയലാർ പുരസ്കാര ജേതാവ് ആരാണ് എന്ന് ചോദിച്ചാൽ ആരാണ്? ശ്രീകുമാരൻ തമ്പിയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി പറയാം, മലയാളത്തിലെ സാഹിത്യ സംഭാവനകൾക്ക് നൽകുന്ന പുരസ്കാരമാണ് വയലാർ പുരസ്കാരം. മലയാളത്തിന്റെ പ്രിയ കവി വയലാർ രാമവർമ്മയുടെ ഓർമ്മയ്ക്കായിട്ടാണ് പുരസ്കാരം നൽകുന്നത്. അദ്ദേഹത്തിന്റെ ചരമദിനമായ ഒക്ടോബർ 27 എല്ലാ വർഷവും അവാർഡ് നൽകുന്നത്. ആദ്യമായിട്ട് നൽകിയത് 1977 ആദ്യത്തെ ജേതാവ് ലളിതാംബിക അന്തർജനമാണ്. കൃതി അഗ്നിസാക്ഷി. രണ്ടാമത്തെ വയലാർ അവാർഡ് ജേതാവ് പി കെ ബാലകൃഷ്ണനാണ്. കൃതി ഏതാണ്? ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന നോവൽ. 2021 വയലാർ പുരസ്കാര ജേതാവ് ബെന്യാമിനാണ്. കൃതി മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ. 2022 വയലാർ പുരസ്കാര ജേതാവ് എസ് ഹരീഷ്. കൃതി മീശ. 2023 47ാമത് വയലാർ പുരസ്കാര ജേതാവ് ശ്രീകുമാരൻ തമ്പി. കൃതി ജീവിതം ഒരു പെൻഡുലം. വയലാർ അവാർഡിന്റെ പുരസ്കാര തുക എത്രയാണ്? 1,00,000 രൂപയാണ്. കൂടാതെ കാനായി കുഞ്ഞിരാമൻ വെങ്കലത്തിൽ തീർത്ത ശില്പവുമാണ് പുരസ്കാരമായി നൽകുന്നത്. അടുത്തത് ഏകദിന പുരുഷ ക്രിക്കറ്റ് ലോകകപ്പ് 2023 നടന്ന ഏകദിന പുരുഷ ക്രിക്കറ്റ് ലോകകപ്പ്.
ഇന്ത്യ സമ്പൂർണ്ണ ആതിഥേയത്വം വഹിച്ച ആദ്യത്തെ ലോകകപ്പാണ് 2023 നടന്ന ഏകദിന പുരുഷ ക്രിക്കറ്റ് ലോകകപ്പ്. ഇന്ത്യ സമ്പൂർണ്ണ ആതിഥേയത്വം വഹിച്ച ആദ്യത്തെ ലോകകപ്പാണ് 2023 നടന്ന ഏകദിന പുരുഷ ക്രിക്കറ്റ് ലോകകപ്പ്. ഇത് ഏകദിന പുരുഷ ക്രിക്കറ്റ് ലോകകപ്പിന്റെ 13ാമത്തെ എഡിഷൻ ആയിരുന്നു. 10 ടീമുകളാണ് ആകെ പങ്കെടുത്തത്. 48 മത്സരങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇന്ത്യ സമ്പൂർണ്ണ ആതിഥേയത്വം വഹിച്ച ആദ്യത്തെ ലോകകപ്പാണ് 2023 നടന്ന ഏകദിന പുരുഷ ക്രിക്കറ്റ് ലോകകപ്പ്. പങ്കെടുത്ത ടീമുകൾ എത്രയാണ്? 10 ആണ്. 2023 ഏകദിന പുരുഷ ക്രിക്കറ്റ് ലോകകപ്പിന്റെ ഔദ്യോഗിക ഗാനമായിരുന്നത് ദിൽ ജഷൻ ബോലെയാണ്. 2023 ഏകദിന പുരുഷ ക്രിക്കറ്റ് ലോകകപ്പിന്റെ ഔദ്യോഗിക ഗാനമാണ് ദിൽ ജഷൻ ബോലെ. ഭാഗ്യ ചിഹ്നങ്ങളായിരുന്നത് ബ്ലേസും ടോങ്കുമാണ്. 2023 നടന്ന ഏകദിന പുരുഷ ക്രിക്കറ്റ് ലോകകപ്പിന്റെ ഭാഗ്യ ചിഹ്നങ്ങളായിരുന്നത് ബ്ലേസും ടോങ്കുമാണ്. ഫീമെയിൽ മാസ്കോട്ടാണ് ബ്ലേസ്, മെയിൽ മാസ്കോട്ടാണ് ടോങ് എന്ന് പറയുന്നത്. 2023 നടന്ന ഏകദിന പുരുഷ ക്രിക്കറ്റ് ലോകകപ്പിന്റെ ഭാഗ്യ ചിഹ്നങ്ങളായിരുന്നത് ബ്ലേസും ടോങ്കുമാണ്. ഔദ്യോഗിക ഗാനമായിരുന്നത് ദിൽ ജഷൻ ബോലെയാണ്. 10 ടീമുകളാണ് പങ്കെടുത്തത്. 48 മത്സരങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇത് ഏകദിന പുരുഷ ക്രിക്കറ്റ് ലോകകപ്പിന്റെ 13ാമത്തെ എഡിഷൻ ആയിരുന്നു. ഇന്ത്യ സമ്പൂർണ്ണ ആതിഥേയത്വം വഹിച്ച ആദ്യത്തെ ലോകകപ്പായിരുന്നു 2023. ഫൈനൽ മത്സരം നടന്നത് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ്. 2023 ഏകദിന പുരുഷ ലോകകപ്പിന്റെ ഫൈനൽ മത്സരം നടന്നത് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ്. ജേതാക്കളായത് നമുക്കറിയാം ഓസ്ട്രേലിയയാണ്. ഇന്ത്യയെയാണ് ഓസ്ട്രേലിയ ഫൈനലിൽ പരാജയപ്പെടുത്തിയത്. 2023 ഏകദിന പുരുഷ ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ ഓസ്ട്രേലിയയാണ്. ഫൈനലിൽ ഓസ്ട്രേലിയ പരാജയപ്പെടുത്തിയത് ഇന്ത്യയാണ്, അല്ലെങ്കിൽ റണ്ണേഴ്സ് അപ്പ് ഇന്ത്യയാണ്. ഇത് ഓസ്ട്രേലിയയുടെ 6ാമത്തെ ഏകദിന ക്രിക്കറ്റ് കിരീടമാണ്. ഓസ്ട്രേലിയയുടെ 6ാമത്തെ ക്രിക്കറ്റ് കിരീടമായിരുന്നു ഇത്. ഇതിനു മുൻപ് 1987, 1999, 2003, 2007, 2015 എന്നീ വർഷങ്ങളിലായിരുന്നു ഓസ്ട്രേലിയ ക്രിക്കറ്റ് കിരീടം നേടിയത്. ഏകദിന ക്രിക്കറ്റ് കിരീടം ഓസ്ട്രേലിയ നേടിയത് ഏതൊക്കെ വർഷങ്ങളിലാണ്? 1987, 1999, 2003, 2007, 2015, ഇപ്പോൾ 2023. 2023 ഏകദിന പുരുഷ ക്രിക്കറ്റ് ലോകകപ്പ് ഓസ്ട്രേലിയയുടെ 6ാമത്തെ കിരീടമായിരുന്നു. ഫൈനൽ മത്സരത്തിലെ താരം ട്രാവിസ് ഹെഡ് ആണ്. ഓസ്ട്രേലിയയുടെ ട്രാവിസ് ഹെഡ് ആണ് ഫൈനൽ മത്സരത്തിലെ താരമായത്, അല്ലെങ്കിൽ മാൻ ഓഫ് ദി മാച്ച് ആരായിരുന്നു? ട്രാവിസ് ഹെഡ് ആണ്. ടൂർണമെന്റിലെ താരം ഇന്ത്യയുടെ വിരാട് കോഹ്ലി ആയിരുന്നു. ടൂർണമെന്റിലെ താരം ഇന്ത്യയുടെ വിരാട് കോഹ്ലിയാണ്. അപ്പോൾ 2023 നടന്ന ഏകദിന പുരുഷ ലോകകപ്പ് ജേതാക്കൾ ഓസ്ട്രേലിയ. ഓസ്ട്രേലിയ ഫൈനലിൽ പരാജയപ്പെടുത്തിയത് ഇന്ത്യയെ. ഫൈനൽ മത്സരം നടന്നത് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ. ഓസ്ട്രേലിയയുടെ 6ാമത്തെ കിരീടമായിരുന്നു 2023. ഇതിനു മുൻപ് ഓസ്ട്രേലിയ കിരീടം നേടിയത് 1987, 1999, 2003, 2007, 2015 എന്നീ വർഷങ്ങളിലാണ്. ഫൈനൽ മത്സരത്തിലെ താരമായത് ഓസ്ട്രേലിയയുടെ ട്രാവിസ് ഹെഡ് ആണ്. ടൂർണമെന്റിലെ താരമായത് ഇന്ത്യയുടെ വിരാട് കോഹ്ലിയാണ്. ഒരു ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ തവണ 50-ൽ കൂടുതൽ റൺസ് നേടിയത് ഇന്ത്യയുടെ വിരാട് കോഹ്ലിയാണ്. ഒരു ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ തവണ 50-ൽ കൂടുതൽ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ 50s നേടിയത് ആരാണ്? വിരാട് കോഹ്ലിയാണ്. ഒരു ഏകദിന ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം എന്ന റെക്കോർഡും ഇപ്പോൾ വിരാട് കോഹ്ലിയുടെ പേരിലാണ്. ഒരു ഏകദിന ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം എന്ന റെക്കോർഡ് ഉള്ളത് വിരാട് കോഹ്ലിയുടെ പേരിലാണ്. 765 റൺസാണ് ഈ 2023 നടന്ന പുരുഷ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ വിരാട് കോഹ്ലി നേടിയത്.
ഏകദിന ക്രിക്കറ്റിൽ 50 സെഞ്ചുറികൾ നേടുന്ന ആദ്യ താരം എന്ന റെക്കോർഡും ഇതോടെ വിരാട് കോഹ്ലിക്ക് ലഭിച്ചു. ഈ ലോകകപ്പിനിടയിലാണ് ഏകദിന ക്രിക്കറ്റിൽ 50 സെഞ്ചുറികൾ നേടുന്ന ആദ്യ താരം എന്ന റെക്കോർഡ് വിരാട് കോഹ്ലി കരസ്ഥമാക്കിയത്. ഒരു ഏകദിന ലോകകപ്പ് ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ക്യാപ്റ്റൻ എന്ന റെക്കോർഡ് ഇന്ത്യൻ ക്യാപ്റ്റനായ രോഹിത് ശർമ്മയും കരസ്ഥമാക്കി. ഒരു ഏകദിന ലോകകപ്പ് ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന ക്യാപ്റ്റൻ എന്ന റെക്കോർഡ് നേടിയത് ഇന്ത്യയുടെ രോഹിത് ശർമ്മയാണ്. രോഹിത് ശർമ്മയാണ് 2023 ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യൻ ടീമിനെ നയിച്ചത്. 597 റൺസാണ് രോഹിത് ശർമ്മ നേടിയത്. ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ സിക്സുകൾ നേടുന്ന താരം എന്ന റെക്കോർഡും രോഹിത് ശർമ്മയുടെ പേരിലാണ്. ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ സിക്സുകൾ നേടുന്ന താരം എന്ന റെക്കോർഡും രോഹിത് ശർമ്മയുടെ പേരിലാണ്. അപ്പൊ ഒരിക്കൽ കൂടി പറയാം, ഒരു ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ തവണ 50-ൽ കൂടുതൽ റൺസ് നേടിയ താരം ഇന്ത്യയുടെ വിരാട് കോഹ്ലിയാണ്. ഒരു ഏകദിന ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം വിരാട് കോഹ്ലി തന്നെയാണ്. 765 റൺസാണ് വിരാട് കോഹ്ലി ഈ ലോകകപ്പിൽ നേടിയത്. ഏകദിന ക്രിക്കറ്റിൽ 50 സെഞ്ചുറികൾ നേടുന്ന ആദ്യ താരവും വിരാട് കോഹ്ലിയാണ്. ഒരു ഏകദിന ലോകകപ്പ് ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന ക്യാപ്റ്റൻ എന്ന റെക്കോർഡ് നേടിയത് ഇന്ത്യയുടെ രോഹിത് ശർമ്മയാണ്. 597 റൺസാണ് രോഹിത് ശർമ്മ കരസ്ഥമാക്കിയത്. ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ സിക്സുകൾ നേടുന്ന താരം എന്ന റെക്കോർഡും രോഹിത് ശർമ്മ കരസ്ഥമാക്കി. 2023 ലോകകപ്പിലെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ നേടിയത് ഓസ്ട്രേലിയയുടെ ഗ്ലെൻ മാക്സ്വെൽ ആണ്. 2023 ലോകകപ്പിലെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ നേടിയത് ഓസ്ട്രേലിയയുടെ ഗ്ലെൻ മാക്സ്വെൽ ആണ്. 201 റൺസാണ് ഗ്ലെൻ മാക്സ്വെൽ നേടിയത്. 2023 നടന്ന ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയത് ഇന്ത്യയുടെ മുഹമ്മദ് ഷമിയാണ്. 24 വിക്കറ്റുകളാണ് മുഹമ്മദ് ഷമി നേടിയത്. 2023 ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയത് ഇന്ത്യയുടെ മുഹമ്മദ് ഷമിയാണ്. ഏകദിന ക്രിക്കറ്റിൽ 7 വിക്കറ്റ് നേടിയ ആദ്യത്തെ, അതായത് ഒരു മത്സരത്തിൽ 7 വിക്കറ്റ് നേടിയ ആദ്യത്തെ ഇന്ത്യൻ ബൗളറാണ് മുഹമ്മദ് ഷമി. ഏകദിന ക്രിക്കറ്റിൽ 7 വിക്കറ്റ് നേടിയ ആദ്യത്തെ ഇന്ത്യൻ ബൗളർ മുഹമ്മദ് ഷമിയാണ്. ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ തവണ 5 വിക്കറ്റ് നേട്ടം കൈവരിച്ച താരം കൂടിയാണ് മുഹമ്മദ് ഷമി. ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ തവണ 5 വിക്കറ്റ് നേട്ടം കൈവരിച്ച താരം മുഹമ്മദ് ഷമിയാണ്. അപ്പോ 2023 നടന്ന ഏകദിന പുരുഷ ക്രിക്കറ്റ് ലോകകപ്പ് ഇന്ത്യ സമ്പൂർണ്ണ ആതിഥേയത്വം വഹിച്ച ആദ്യത്തെ ലോകകപ്പാണ്. 10 ടീമുകളാണ് പങ്കെടുത്തത്. എന്തായിരുന്നു ഔദ്യോഗിക ഗാനം? ദിൽ ജഷൻ പോലെയാണ്. ഭാഗ്യചിഹ്നങ്ങളായിരുന്നത് ബ്ലേസും ടോങ്കുമാണ്. ഫൈനൽ മത്സരം നടന്നത് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ്. ജേതാക്കളായത് ഓസ്ട്രേലിയ, റണ്ണേഴ്സ് അപ്പ് ഇന്ത്യ. ഓസ്ട്രേലിയയുടെ 6ാമത്തെ കിരീടമാണ് 2023 ഇതിനു മുൻപ് ഓസ്ട്രേലിയ കിരീടം നേടിയത് 1987, 1999, 2003, 2007, 2015 എന്നീ വർഷങ്ങളിലാണ്. ഫൈനൽ മത്സരത്തിലെ താരമായത് ഓസ്ട്രേലിയയുടെ ട്രാവിസ് ഹെഡ് ആണ്. ടൂർണമെന്റിലെ താരമായത് ഇന്ത്യയുടെ വിരാട് കോഹ്ലി ആയിരുന്നു. വിരാട് കോഹ്ലി നേടിയ മറ്റു ചില റെക്കോർഡുകളാണ്: ഒരു ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ തവണ 50-ൽ കൂടുതൽ റൺസ് നേടുന്ന ആദ്യത്തെ താരം, ഒരു ഏകദിന ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം, ഏകദിന ക്രിക്കറ്റിൽ 50 സെഞ്ചുറികൾ നേടുന്ന ആദ്യ താരം എന്നീ റെക്കോർഡുകൾ വിരാട് കോഹ്ലി സ്വന്തമാക്കി. ഒരു ഏകദിന ലോകകപ്പ് ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന ക്യാപ്റ്റൻ എന്ന റെക്കോർഡ് ഇന്ത്യയുടെ രോഹിത് ശർമ്മ കരസ്ഥമാക്കി. കൂടാതെ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ സിക്സുകൾ നേടുന്ന താരം എന്ന റെക്കോർഡും കരസ്ഥമാക്കിയത് രോഹിത് ശർമ്മയാണ്. 2023 നടന്ന ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ നേടിയത് ഓസ്ട്രേലിയയുടെ ഗ്ലെൻ മാക്സ്വെൽ ആണ്. 2023 നടന്ന ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയത് ഇന്ത്യയുടെ മുഹമ്മദ് ഷമിയാണ്. 24 വിക്കറ്റുകളാണ് മുഹമ്മദ് ഷമി കരസ്ഥമാക്കിയത്. ഏകദിന ക്രിക്കറ്റിൽ 7 വിക്കറ്റ് നേടിയ ആദ്യത്തെ ഇന്ത്യൻ ബൗളർ, ഒരു മത്സരത്തിലാണ് 7 വിക്കറ്റ് നേടിയ ആദ്യത്തെ ഇന്ത്യൻ ബൗളർ എന്ന റെക്കോർഡ് നേടിയത് മുഹമ്മദ് ഷമിയാണ്. ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ തവണ 5 വിക്കറ്റ് നേട്ടം കൈവരിച്ച താരവും മുഹമ്മദ് ഷമിയാണ്. അടുത്തതായിട്ട് 53ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളാണ്. 2022 മികച്ച സിനിമകൾക്കും സാങ്കേതിക പ്രവർത്തകർക്കുമാണ് 2023 പുരസ്കാരങ്ങൾ നൽകിയത്.
2023 53ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളായിരുന്നു. 1969 മുതലാണ് കേരള സർക്കാർ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ നൽകാൻ തുടങ്ങിയത്. 2023 53ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ ഏറ്റവും മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് ശ്രീ മമ്മൂട്ടിക്കാണ്. ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്ത നൻപകൽ നേരത്ത് മയക്കം എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് മമ്മൂട്ടിക്ക് 53ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത്. മമ്മൂട്ടിക്ക് ഇത് 6ാം തവണയാണ് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനുള്ള പുരസ്കാരം ലഭിക്കുന്നത്. 2023 പുരസ്കാരം ലഭിച്ചതോടുകൂടി മോഹൻലാലിനൊപ്പം ഏറ്റവും കൂടുതൽ തവണ മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ ലഭിക്കുന്നവരിൽ മമ്മൂട്ടിയും എത്തിച്ചേർന്നു. അപ്പോൾ 53ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് ശ്രീ മമ്മൂട്ടിക്കാണ്. ചിത്രം ഏതാണ്? നൻപകൽ നേരത്ത് മയക്കം. 1984 ആദ്യമായിട്ട് മമ്മൂട്ടിക്ക് ഏറ്റവും മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിക്കുന്നത്. അടിയൊഴുക്കുകൾ എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് 1984 പുരസ്കാരം ലഭിക്കുന്നത്. പിന്നീട് 1989, 1993, 2004, 2010 എന്നീ വർഷങ്ങളിലും മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം മമ്മൂട്ടിക്ക് ലഭിച്ചിട്ടുണ്ട്. മികച്ച നടിക്കുള്ള 2023 53ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത് വിൻസി അലോഷ്യസിനാണ്. ചിത്രം ഏതാണ്? രേഖ എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് വിൻസി അലോഷ്യസിന് 53ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത്. രേഖ എന്ന ചിത്രം സംവിധാനം ചെയ്തത് ജിതിൻ ഐസക് തോമസ് ആണ് രേഖ എന്ന ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. 53ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് വിൻസി അലോഷ്യസിനാണ്. 53ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് നൻപകൽ നേരത്ത് മയക്കം എന്ന ചിത്രമാണ്. ലിജോ ജോസ് പെല്ലിശ്ശേരിയാണ് നൻപകൽ നേരത്ത് മയക്കം എന്ന ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. 53ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് നൻപകൽ നേരത്ത് മയക്കം എന്ന ചിത്രത്തിനാണ്. മികച്ച സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചത് മഹേഷ് നാരായണനാണ് 53ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചത്. ചിത്രം ഏതാണ്? അറിയിപ്പ് എന്ന ചിത്രം സംവിധാനം ചെയ്ത മഹേഷ് നാരായണനാണ് 53ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നു. ഒരിക്കൽ കൂടി പറയാം. 2022 മികച്ച ചിത്രങ്ങൾക്കും സാങ്കേതിക പ്രവർത്തകർക്കുമാണ് 2023 പുരസ്കാരം ലഭിച്ചത്. 53ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് മമ്മൂട്ടിക്കാണ്. ചിത്രം നൻപകൽ നേരത്ത് മയക്കം. മമ്മൂട്ടിക്ക് ഇത് 6ാം തവണയാണ് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനുള്ള പുരസ്കാരം ലഭിക്കുന്നത്. ആദ്യമായിട്ട് 1984 മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള പുരസ്കാരം ലഭിക്കുന്നത്. ചിത്രം ഏതാണ്? അടിയൊഴുക്കുകൾ. പിന്നീട് 1989, 1993, 2004, 2010 എന്നീ വർഷങ്ങളിലും മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. മികച്ച നടിക്കുള്ള 53ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത് വിൻസി അലോഷ്യസിനാണ്. ചിത്രം ഏതാണ്? രേഖ എന്ന ചിത്രം സംവിധാനം ചെയ്തത് ആരാണ്? ജിതിൻ ഐസക് തോമസ് ആണ്. 53ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്ത നൻപകൽ നേരത്ത് മയക്കം എന്ന ചിത്രത്തിനാണ്. മികച്ച സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചത് മഹേഷ് നാരായണനാണ്. ചിത്രം ഏതാണ്? അറിയിപ്പ്. 53ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച ജനപ്രിയ ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രമാണ് ഇന്നാ താൻ കേസുകൂട് എന്ന ചിത്രം. 53ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിലെ മികച്ച ജനപ്രിയ ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രമാണ് ഇന്നാ താൻ കേസുകൂട് എന്ന ചിത്രം. ഏറ്റവും കൂടുതൽ അവാർഡുകൾ 53ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ നേടിയതും ഇന്നാ താൻ കേസുകൂട് എന്ന ചിത്രമാണ്. 7 പുരസ്കാരങ്ങളാണ്
53ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ ഇന്നാത്താൻ കേസുകൂട് എന്ന ചിത്രത്തിന് ലഭിച്ചത്. ഏറ്റവും മികച്ച തിരക്കഥാകൃത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ഇന്നാത്താൻ കേസുകൂട് എന്ന ചിത്രത്തിന്റെ തിരക്കഥാകൃത്തായ രതീഷ് ബാലകൃഷ്ണൻ പൊതുവാളിനാണ്. മികച്ച തിരക്കഥാകൃത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് രതീഷ് ബാലകൃഷ്ണൻ പൊതുവാളിനാണ്. ചിത്രം ഏതാണ്? ഇന്നാത്താൻ കേസുകൂട്. മികച്ച സ്വഭാവ നടനുള്ള പുരസ്കാരം ലഭിച്ചതും ഇന്നാത്താൻ കേസുകൂട് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് പി കുഞ്ഞികൃഷ്ണനാണ്. മികച്ച സ്വഭാവ നടനുള്ള പുരസ്കാരം ലഭിച്ചത് ശ്രീ പി കുഞ്ഞികൃഷ്ണനാണ്. ചിത്രം ഏതാണ്? ഇന്നാത്താൻ കേസുകൂട്. മികച്ച സ്വഭാവ നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് സൗദി വെള്ളയ്ക്ക എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ദേവി വർമ്മയ്ക്കാണ്. മികച്ച സ്വഭാവ നടിക്കുള്ള 2023 53ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത്. 2023 നൽകിയ 53ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ജനപ്രിയ ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇന്നാത്താൻ കേസുകൂട് എന്ന ചിത്രമാണ്. ഈ ചിത്രത്തിന് 53ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ 7 അവാർഡുകളാണ് ലഭിച്ചത്. മികച്ച തിരക്കഥാകൃത്തിനുള്ള പുരസ്കാരവും ലഭിച്ചത് ഇന്നാത്താൻ കേസുകൂട് എന്ന ചിത്രത്തിന്റെ തിരക്കഥാകൃത്തായ രതീഷ് ബാലകൃഷ്ണൻ പൊതുവാളിനാണ്. മികച്ച സ്വഭാവ നടനുള്ള പുരസ്കാരം ലഭിച്ചത് ഈ ചിത്രത്തിലെ അഭിനയത്തിന് പി കുഞ്ഞികൃഷ്ണനാണ്. മികച്ച സ്വഭാവ നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് സൗദി വെള്ളയ്ക്ക എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ദേവി വർമ്മയ്ക്കാണ്. മികച്ച ഗായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് കപിൽ കപിലനാണ്. പല്ലൊട്ടി 90s കിഡ്സ് എന്ന ചിത്രത്തിലെ ഗാനത്തിന് കപിൽ കപിലനാണ് മികച്ച ഗായകനുള്ള 53ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത്. മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് മൃദുല വാര്യർക്കാണ്. ചിത്രം ഏതാണ്? 19ാം നൂറ്റാണ്ട്. 19ാം നൂറ്റാണ്ടിലെ ഗാനത്തിന് മൃദുല വാര്യർക്കാണ് 53ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത്. മികച്ച സംഗീത സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് എം ജയചന്ദ്രനാണ്. ചിത്രങ്ങൾ ആയിഷ, 19ാം നൂറ്റാണ്ട്, ആയിഷ, 19ാം നൂറ്റാണ്ട് എന്നീ ചിത്രങ്ങളിലെ ഗാന സംവിധാനത്തിന് മികച്ച സംഗീത സംവിധായകനുള്ള പുരസ്കാരം ശ്രീ എം ജയചന്ദ്രന് ലഭിച്ചു. സ്ത്രീ ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്കുള്ള പ്രത്യേക അവാർഡ് ലഭിച്ചത് ശ്രുതി ശരണ്യത്തിനാണ്. B32 മുതൽ 44 വരെ എന്ന ചിത്രത്തിന്റെ സംവിധായികയായ ശ്രുതി ശരണ്യത്തിനാണ് സ്ത്രീ ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്കുള്ള പ്രത്യേക പുരസ്കാരം ലഭിച്ചത്. 53ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച ഗായകനുള്ള പുരസ്കാരം ലഭിച്ചത് കപിൽ കപിലനാണ്. ചിത്രം ഏതാണ്? പല്ലൊട്ടി 90s കിഡ്സ്. മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് മൃദുല വാര്യർക്കാണ്. ചിത്രം 19ാം നൂറ്റാണ്ട്. മികച്ച സംഗീത സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചത് എം ജയചന്ദ്രനാണ്. ആയിഷ, 19ാം നൂറ്റാണ്ട് എന്നീ ചിത്രങ്ങളിലെ സംഗീത സംവിധാനത്തിന് ശ്രീ എം ജയചന്ദ്രനാണ് 53ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച സംഗീത സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചത്. സ്ത്രീ ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്കുള്ള പ്രത്യേക അവാർഡ് ലഭിച്ചത് ശ്രുതി ശരണ്യത്തിനാണ്. ചിത്രം ഏതാണ്? B32 മുതൽ 44 വരെ. കുട്ടികളുടെ ചിത്രമായിട്ട് മികച്ച കുട്ടികളുടെ ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രമാണ് പല്ലൊട്ടി 90s കിഡ്സ്. ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ആരാണ്? ജിതിൻ രാജ് ആണ്. മികച്ച കുട്ടികളുടെ ചിത്രമായി 53ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രമാണ് പല്ലൊട്ടി 90s കിഡ്സ്. ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ജിതിൻ രാജ് ആണ്. മികച്ച ബാലതാരമായി പെൺകുട്ടികളുടെ വിഭാഗത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് തന്മയാണ്. ചിത്രം വഴക്ക് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് തന്മയ എന്ന പെൺകുട്ടിക്കാണ് മികച്ച ബാലതാരത്തിനുള്ള പുരസ്കാരം ലഭിച്ചത്. മികച്ച ബാലതാരം ആൺകുട്ടികളുടെ വിഭാഗത്തിൽ ലഭിച്ചിരിക്കുന്നത് മാസ്റ്റർ ഡാവിഞ്ചി. ചിത്രം ഏതാണ്? പല്ലൊട്ടി 90s കിഡ്സ്. മികച്ച നവാഗത സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചത് ഷാഹി കബീറിനാണ്. ചിത്രം ഇലവീഴ പൂഞ്ചിറ. ഇലവീഴ പൂഞ്ചിറ എന്ന ചിത്രം സംവിധാനം ചെയ്ത ഷാഹി കബീറിനാണ് 53ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച നവാഗത സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചത്. 53ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച കുട്ടികളുടെ ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രമാണ് പല്ലൊട്ടി 90s കിഡ്സ്. പല്ലൊട്ടി 90s കിഡ്സ് എന്ന ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ജിതിൻ രാജ് ആണ്. പെൺകുട്ടികളുടെ വിഭാഗത്തിൽ മികച്ച ബാലതാരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് തന്മയയാണ്.
ചിത്രം ഏതാണ്? വഴക്ക്. ആൺകുട്ടികളുടെ വിഭാഗത്തിൽ മികച്ച ബാലതാരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് മാസ്റ്റർ ഡാവിഞ്ചിയാണ്. ചിത്രം പല്ലുട്ടി 90s കിഡ്സ്. മികച്ച നവാഗത സംവിധായകനായി 53ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് ഷാഹി കബീർ ആണ്. ചിത്രം ഇലവീഴ പൂഞ്ചിറ. 53ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിന്റെ ജൂറി ചെയർമാനായിരുന്നത് ബംഗാളി സംവിധായകനായ ഗൗതം ഖോസയാണ്. 53ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിലെ ജൂറി ചെയർമാനായിരുന്നത് ഗൗതം ഖോസയാണ്. ബംഗാളി സംവിധായകനാണ് ഗൗതം ഖോസെ. 53ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച ചലച്ചിത്ര ഗ്രന്ഥമായി തിരഞ്ഞെടുക്കപ്പെട്ടത് സിനിമയുടെ ഭാവദേശങ്ങൾ എന്ന ഗ്രന്ഥമാണ്. രചിച്ചിരിക്കുന്നത് CS വെങ്കിടേശ്വരനാണ്. 53ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച ചലച്ചിത്ര ഗ്രന്ഥമായി തിരഞ്ഞെടുക്കപ്പെട്ടത് സിനിമയുടെ ഭാവദേശങ്ങൾ എന്ന ഗ്രന്ഥമാണ്. രചിച്ചിരിക്കുന്നത് ആരാണ്? CS വെങ്കിടേശ്വരനാണ്. 53ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിലെ മികച്ച ചലച്ചിത്ര ലേഖനമായി തിരഞ്ഞെടുക്കപ്പെട്ടത് പുനഃസ്ഥാപനം എന്ന മഹേന്ദ്രജാലമാണ്. മികച്ച ചലച്ചിത്ര ലേഖനമായി തിരഞ്ഞെടുക്കപ്പെട്ടത് പുനഃസ്ഥാപനം എന്ന മഹേന്ദ്രജാലം. രചിച്ചിരിക്കുന്നത് സാബു പ്രഭവദാസ് ആണ്. 53ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിലെ മികച്ച ചലച്ചിത്ര ഗ്രന്ഥം സിനിമയുടെ ഭാവദേശങ്ങൾ. രചിച്ചിരിക്കുന്നത് CS വെങ്കിടേശ്വരൻ. 53ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിലെ മികച്ച ചലച്ചിത്ര ലേഖനം പുനഃസ്ഥാപനം എന്ന മഹേന്ദ്രജാലം. രചന സാബു പ്രഭവദാസ് ആണ്. ഒരിക്കൽ കൂടി പറയാം. 53ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് മമ്മൂട്ടി. ചിത്രം നൻപകൽ നേരത്ത് മയക്കം. ഇത് മമ്മൂട്ടിയുടെ 6ാമത്തെ മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരമാണ്. മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് വിൻസി അലോഷ്യസിനാണ്. ചിത്രം രേഖ. മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് നൻപകൽ നേരത്ത് മയക്കമാണ്. സംവിധാനം ലിജോ ജോസ് പെല്ലിശ്ശേരി. മികച്ച സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചത് മഹേഷ് നാരായണനാണ്. ചിത്രം ഏതാണ്? അറിയിപ്പ്. മികച്ച ജനപ്രിയ ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇന്നാത്താൻ കേസുകൂട് എന്ന ചിത്രമാണ്. ഏറ്റവും കൂടുതൽ അവാർഡുകൾ 53ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ നേടിയ ചിത്രമാണ് ഇന്നാത്താൻ കേസുകൂട് എന്ന ചിത്രം. 7 അവാർഡുകളാണ് ഇന്നാത്താൻ കേസുകൂട് എന്ന ചിത്രത്തിന് ലഭിച്ചത്. മികച്ച തിരക്കഥാകൃത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇന്നാത്താൻ കേസുകൂട് എന്ന ചിത്രത്തിന്റെ തിരക്കഥാകൃത്തായ രതീഷ് ബാലകൃഷ്ണൻ പൊതുവാളിനാണ്. മികച്ച സ്വഭാവ നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് PP ഉണ്ണികൃഷ്ണൻ. ചിത്രം ഇന്നാത്താൻ കേസുകൂട്. മികച്ച സ്വഭാവ നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ദേവി വർമ്മ. ചിത്രം സൗദി വെള്ളയ്ക്ക. മികച്ച ഗായകൻ കപിൽ കപിലൻ. ചിത്രം പല്ലുട്ടി 90s കിഡ്സ്. മികച്ച ഗായിക മൃദുല വാര്യർ. ചിത്രം 19ാം നൂറ്റാണ്ട്. മികച്ച സംഗീത സംവിധായകൻ M ജയചന്ദ്രൻ. ചിത്രങ്ങൾ ആയിഷ, 19ാം നൂറ്റാണ്ട്. സ്ത്രീ ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്കുള്ള പ്രത്യേക പുരസ്കാരം ലഭിച്ചത് ശ്രുതി ശരണ്യത്തിന്. ചിത്രം B32 മുതൽ 44 വരെ. മികച്ച കുട്ടികളുടെ ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രം പല്ലുട്ടി 90s കിഡ്സ്. ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ജിതിൻ രാജ്. പെൺകുട്ടികളുടെ വിഭാഗത്തിൽ മികച്ച ബാലതാരം തന്മയ. ചിത്രം വഴക്ക്. ആൺകുട്ടികളുടെ വിഭാഗത്തിലെ മികച്ച ബാലതാരം മാസ്റ്റർ ഡാവിഞ്ചി. ചിത്രം പല്ലുട്ടി 90s കിഡ്സ്. മികച്ച നവാഗത സംവിധായകൻ ഷാഹി കബീർ. ചിത്രം ഇലവീഴ പൂഞ്ചിറ. മികച്ച ചലച്ചിത്ര ഗ്രന്ഥം സിനിമയുടെ ഭാവദേശങ്ങൾ. എഴുതിയിരിക്കുന്നത് CS വെങ്കിടേശ്വരൻ. മികച്ച ചലച്ചിത്ര ലേഖനം പുനഃസ്ഥാപനം എന്ന മഹേന്ദ്രജാലം. രചന സാബു പ്രഭവദാസ്. 53ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിലെ ജൂറി ചെയർമാനായിരുന്നത് ബംഗാളി സംവിധായകനായ ഗൗതം ഖോസെ. മറ്റൊരു ഉപകാരപ്രദമായ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.